നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പോസിറ്റീവ് എനർജിയുടെ വിളയിടങ്ങളാണ് ക്ഷേത്രങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ഷേത്രത്തിൽ പോയി ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഒരു അല്പ എനർജി കൂടുതൽ കിട്ടും. ഈ ക്ഷേത്ര ദർശനം ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ ആ ഫലം ചിലപ്പോൾ ഒരു നെഗറ്റീവ് തലത്തിലേക്ക് മാറിയേക്കാം. ഏതെല്ലാം രീതിയിലാണ്, എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തേണ്ടത്, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം, അതുപോലെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നമ്മോട് ഇന്ന് സംസാരിക്കാനുള്ളത് കൈപ്പകശ്ശേരി ശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയാണ്. തിരുമേനി നമസ്കാരം. നമ്മൾ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു. ക്ഷേത്രത്തിൽ ചെന്ന് നമുക്ക് പ്രസാദം കിട്ടുമല്ലോ. ഈ പ്രസാദം കിട്ടുന്നത് ചിലർ ഈ ഓഫീസിൽ പോകുന്ന വഴിക്ക്, ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാ, ഞാനൊക്കെ ഓഫീസിൽ പോകുന്ന വഴിക്ക് പ്രസാദം കിട്ടുന്ന പ്രസാദം ബാഗിലേക്ക് വെച്ചിട്ട് അങ്ങ് പോകും. 2 ദിവസം കഴിയുമ്പോൾ ആ ബാഗിൽ നിന്ന് എടുത്ത് പുറത്തെടുത്തിടും. അതിലെന്തെങ്കിലും ദോഷമുണ്ടോ? ദോഷമുണ്ട്. ഉണ്ട്. കാരണം അതിന് പ്രസാദം എന്ന് പറഞ്ഞ ആ വാക്കുകൊണ്ട് തന്നെ അർത്ഥമാണ്, അത് ഈശ്വരൻ തരുന്ന ഒരു അനുഗ്രഹവും കൂടിയാണ്. ആ ഭഗവാന്റെ പീഠത്തിൽ വെച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ ഭഗവാനെ പൂജ കഴിച്ച പീഠത്തിൽ നിന്ന് എടുക്കുന്ന പൂവാണ് നമ്മുടെ കയ്യിൽ ഒന്ന് കിട്ടുന്നത്. അതിന് ഭയങ്കര ശക്തിയാണ്. പിന്നെ ആ ദേവസങ്കല്പത്തില് ആ ദേവനെ തൊട്ട് നിന്ന പൂവാണ് നമുക്ക് ഇലയിൽ കിട്ടുന്നത്. അതൊന്ന് തലയിൽ ചൂടുക, അല്ലെ ചെവി ചൂടുക എന്ന് പറഞ്ഞാൽ അതിഗംഭീരാണ്. തലയിൽ ചൂടുന്ന പൂ താഴെ പോയാലോ, നമ്മൾ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പൂ എടുത്തതിന് ശേഷം വലതുമൂക്കിക്കടെ ഒന്ന് വലിക്കും, ഇങ്ങനെ മണക്കും. നമ്മൾ അതെന്തിനാ വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ദേഹശുദ്ധിയില് വലതുമൂക്കിക്കടെ ശ്വാസം എടുത്ത് ഉള്ളിലേക്ക് ആക്കുന്നൊരു പ്രകൃതം ഉണ്ട്. അതിപ്പോ യോഗയിലൊക്കെ ഉണ്ട്. അത് ആ വലതുമൂക്കിക്കടെ നമ്മൾ അതിനെ ഒന്ന് മണത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ശ്വാസം വലിച്ചത്, അപ്പൊ അതിന്റെ ആ എനർജിയെ നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു എന്നതിന്റെ അതിനുശേഷമാണ് ആ പൂവ് ചൂടാറുള്ളത്. അല്ലാണ്ട് പൂ നേരെ എടുത്ത് ചൂടാറില്ല. നമ്മളെല്ലാവരും അതെ ഒന്നും മണത്തില്ല. അതാ പണ്ട് തൊട്ട് നമ്മൾ ശീലമാകാൻ ഇത് അറിയാതെ ചെയ്യുന്നു. പക്ഷെ അത് എന്തിനു വേണ്ടി എന്നറിയില്ല. അത് ദേവന്റെ ഭഗവാന്റെ പീഠത്തില് ഭഗവാനെ പൂജ കഴിച്ച, ഭഗവാനെ ആ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആ പാതാരവിന്ദത്തിൽ നിന്ന് എടുത്ത ആ പൂവാണ് നമുക്ക് പ്രസാദത്തിന് കൊടുക്കുന്നത്. അതിന് പവിത്രത ഭയങ്കരാണേ. പ്രസാദം അപ്പൊ കുറെ പൂ, നമ്മളിപ്പോ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ചന്ദനം നമ്മളെടുത്ത് മാറ്റി ഒരു പാത്രത്തിൽ വെക്കും. പൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൂവ് ചെയ്യാൻ പറ്റണം. അതെന്താ കാരണം എന്ന് വെച്ചാല് നമ്മള് സാധാരണഗതിക്ക് തുളസിത്തറയിൽ നിക്ഷേപിക്കും. തുളസിത്തറ ഇല്ലാത്ത വീടുകളാണെങ്കിലോ? തുളസിത്തറ ഇല്ല എങ്കിൽ അവിടെ ഒരു ചട്ടി വെച്ചിട്ട് തുളസി നട്ടിട്ട് അതിനകത്ത് നിക്ഷേപിക്കാം. അങ്ങനെ കളയാവുള്ളൂ അത്. അത് ഇതായി ചെയ്യാം. അതല്ല എങ്കിൽ കിഴക്ക് വടക്ക് മൂലഭാഗത്ത് ഈശാന കോണിലൊക്കെ ഒരു ചെറിയ പ്രസാദങ്ങൾ സ്ഥാപിക്കാനും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ഥാപിക്കാൻ ഒരു കുഴി ഉണ്ടാക്കി അതിനകത്തിടും. അതിനകത്ത് വൃത്തിയായിട്ട സ്ഥലം. കാരണം പൊതുവെ കിഴക്ക് വടക്ക് ഭാഗം അടുക്കള ഭാഗമാണ്. അപ്പൊ അത് വൃത്തിയുള്ള സ്ഥലം നോക്കി അങ്ങനെ നിക്ഷേപിക്കും. പ്രസാദം കിട്ടുന്ന ഇലയടക്കമാണ് പറയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ അത് നമ്മുടെ പറമ്പില് അതൊരു നിക്ഷേപമായി, ഒരു രക്ഷയായിട്ട് അവിടെ കാണും. അതുപോലെ ചിലവർ ഓഫീസിൽ പോകുമ്പോൾ ബാഗും കൊണ്ടായിരിക്കും പോകുന്നത്. ചിലവരുടെ ബാഗിൽ ചോറുണ്ടാവും, ചിലർക്ക് ചോറുണ്ടാവില്ല. എന്നാലും ഈ ബാഗുമായിട്ടായിരിക്കും അമ്പലത്തിന്റെ അകത്തേക്ക് പാടില്ല, തൊഴാൻ കയറുന്നത്. ഒരിക്കലും പാടില്ല. അമ്പലത്തിൽ കയറുമ്പോൾ നമ്മുടെ ബാഗിനകത്ത് ക്ഷേത്രത്തിന് വിരുദ്ധമായ എന്ത് സാധനങ്ങളുണ്ടോ, ചോറ് മാത്രമല്ല പല സാധനങ്ങളും, പല സാധനങ്ങൾ ഇതിനകത്ത് കാണും. അതൊന്നും ബാഗിലുണ്ടെങ്കിൽ ആ ബാഗ് ഉള്ളിൽ കയറ്റാൻ പാടില്ല. അപ്പൊ തിരുമേനി ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മള് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അലക്കി വൃത്തിയായ വസ്ത്രം ധരിച്ചാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. ചിലപ്പോ പലരുടെയും ബാഗ് തുണി ബാഗൊക്കെ അല്ലേ. അപ്പൊ അത് ദിവസം നമ്മൾ എന്തായാലും ബാഗ് അലക്കലൊന്നുമില്ല. ഈ ചോറില്ലെങ്കിലും ഈ ബാഗുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ തോൾ സഞ്ചിയൊക്കെ ആയിട്ട് അമ്പലത്തിന്റെ അകത്ത് കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും വിരുദ്ധമല്ലേ? അല്ലാതെ അതുകൊണ്ട് ബാഗ് ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായ ഒന്നും കയറ്റാൻ പാടില്ല. കാരണം ഇത് ആരും നമ്മളെ ക്ഷണിക്കുന്നില്ല, നീ വന്ന് തൊഴണം. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ ഭാവിയുടെ നന്മയ്ക്ക് ഐശ്വര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ പവിത്രത നമ്മൾ പാലിക്കുമ്പോഴേ നമുക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. ഞാൻ അങ്ങ് ചെന്നാൽ എന്നെ അനുഗ്രഹിച്ചോളും എന്ന് പറയുന്ന അഹങ്കാരമല്ല. ഞാൻ ചെയ്യേണ്ട പോലെ ചെയ്യുമ്പോഴേ എനിക്ക് അനുഗ്രഹം കിട്ടൂ എന്നുള്ള വിശ്വാസമാണ് അവിടെ വേണ്ടത്. ആ വിശ്വാസത്തിൽ വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. നമ്മൾ അമ്പലത്തിലേക്ക് കയറുമ്പോൾ അതുപോലെ ചിലവര് ആ കയറുമ്പോൾ ഉള്ള ആ പടിയിൽ തൊട്ട് കണ്ണിൽ വെച്ച് കയറും. അത് കഴിഞ്ഞ ശേഷം ഓരോ പടിയും തൊട്ട് കണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ കയറി പോകുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ തൊട്ട് തൊഴുന്നതിന് ദോഷഫലങ്ങളൊന്നുമില്ല. ഗർഭഗൃഹേശിരേഭോക്തം മന്ദരാളം മുഖശൈവ എന്ന് പറഞ്ഞ പ്രമാണം കിടപ്പുണ്ട്. അതായത് ശ്രീകോവില് തൊട്ട് ഗോപുരം വരെ ഭഗവാൻ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഭഗവാന്റെ
ആ നീണ്ടു നിവർന്ന് കിടക്കുന്ന സങ്കല്പത്തില വാസ്തുപ്രകാരം ക്ഷേത്ര നിർമ്മാണം തന്നെ. അപ്പൊ നമ്മൾ ആ തൊട്ടുതല വെച്ച് കയറുന്നതുകൊണ്ട് ഒന്നും ഒരു വിരോധമില്ല. കാരണം അതൊക്കെ കാരണം ക്ഷായതേരി ക്ഷേത്ര നമ്മള് എല്ലാ നാശങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന എന്തിനെയാണോ അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലവർ സൈഡിലുള്ള വാതിൽ വഴി ഇറങ്ങും. ദേവന്റെ നേരെ മുമ്പിലുള്ള വാതിൽ വഴി ഇറങ്ങുമ്പോൾ ചിലർ പുറം ഇങ്ങനെ ദേവനോട് അഭിമുഖമായി തന്നെ പുറകോട്ട് തിരിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് നമ്മള് ഭഗവാന് തിരിഞ്ഞു നിൽക്കരുത്, നമ്മുടെ പൃഷ്ഠം കാണിച്ച് നമ്മൾ വരരുത്. ആ ഒരു സങ്കല്പത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊന്നും തെറ്റായിട്ട് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ പ്രായമായ ആൾക്കാർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ചെരിഞ്ഞിറങ്ങാം. തിരിഞ്ഞിറങ്ങണല്ല, ചെരിഞ്ഞിറങ്ങാലോ. മുമ്പിലൂടെ ഭഗവാന്റെ നേരെ മുൻപിലുള്ള കവാടത്തിലൂടെ കടക്കുമ്പോൾ ചെരിഞ്ഞിറങ്ങാൻ ശ്രമിക്കുക. അല്ലെ വടക്കേ നടക്കട പുറത്തേക്ക്. ഈ വടക്കേ നട തുറക്കാത്ത അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അമ്പലങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മള് ജോലിക്ക് പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും സ്വന്തം വാഹനമൊന്നുമില്ല, ബസ്സിലേക്കായിരിക്കും പോകുന്നത്. ആ ബസ്സിലിരുന്ന് നാമം ചൊല്ലിക്കൊണ്ട് അമ്പലത്തിൽ പോകുന്നതില് ഇതിപ്പോ ഈ ചോദ്യം വളരെ നന്നായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഈ പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പം നാമം ജപിച്ചോളൂ, ബസ്സിൽ ഇരുന്ന് നാമം ജപിച്ചോളൂ എന്നൊക്കെ. ഈ നാമജപത്തിനും നമ്മള് എപ്പോഴും നമ്മുടെ സനാതന ധർമ്മത്തിലെ ആചാര ആരാധനകളെല്ലാം ശുദ്ധം വൃത്തി നിർബന്ധമാണ്. ഏതൊരു കർമ്മത്തിനും നമുക്ക് അതിന്റെ ശുദ്ധവൃത്തിയെ കുറിച്ച് തന്നെ ആദ്യം പറയുന്നുണ്ട്. ഇപ്പൊ ഒരു വിളക്ക് കൊളുത്തലൊക്കെ പോലും അടിച്ചുവാരി തളിച്ച് വിളക്ക് കൊളുത്തണം, അങ്ങനെയല്ലേ? ഈ നാമം ജപിക്കുന്നത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുള്ള ജപാദിയാണ്. ഭഗവാനെ നമുക്ക് അതേ അർത്ഥത്തിൽ കോൺസെൻട്രേഷൻ ഒരു വണ്ടിയെ ഇരുന്ന് കിട്ടുമെന്നുള്ള ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം, നമ്മുടെ മടിയിനകത്ത് നമ്മൾ അന്ന് ഒരു മത്സ്യമാംസത്തിന്റെ കറിയൊക്കെ വെച്ച് അതിനെയൊക്കെ കെട്ടിപ്പിടിച്ച് നമശിവായ 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 നാരായണനാമം ജപിക്കുന്നതിന്റെ ഒരു അർത്ഥശൂന്യത അതവിടെ വളരെ കേമാണ്. ഇനി അശുദ്ധമായ ആളാണ് തൊട്ടടുത്തിരിക്കണേ. ആൾക്കാർ അശുദ്ധം എന്ന് പറഞ്ഞാൽ ആരും അശുദ്ധരല്ല, എല്ലാവരും ശുദ്ധന്മാരാണ്. പക്ഷെ അശുദ്ധമായ സ്ത്രീകളോ, മനസ്സിലാകുന്ന പുലവാലായ്മയുള്ള സ്ത്രീകളോ, ഹോസ്പിറ്റൽ ദർശനം കഴിഞ്ഞ് വരുന്ന, അല്ലെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വരുന്ന, അങ്ങനെയൊക്കെ വരുന്ന ആ അശുദ്ധങ്ങളുള്ള ആളെ തൊട്ടിരുന്ന ജപിക്കണമെങ്കിൽ അതിന് പോലും ദുരിതല്ലേ, സ്മരണയാവാലോ. ഇപ്പൊ എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നാമം ജപിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരൊക്കെ. അങ്ങനെ നമ്മൾ ആ ജപിക്കുന്നതിന് വിരോധം, ആ ജപിക്കുമ്പോൾ നമ്മൾ ആ ജപിക്കാൻ പറ്റ അർഹമായ ശുദ്ധത്തിലാണോ എന്നും കൂടി നിരീക്ഷിച്ച് വേണം. ഇപ്പൊ അകത്ത് ചെരുപ്പിട്ട് കിടക്കണ ആൾക്കാരുണ്ട് വീടിന്റെ അകത്ത്, വീടിന്റെ അകത്ത് ചെരുപ്പ് ഇടരുതെന്ന് പറയും. ചെരുപ്പിട്ട് കിടക്കണ ഒത്തിരി. ഇപ്പൊ പുതിയ ജനറേഷനിൽ ഇതൊക്കെ ഈ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് നാമം ജപിച്ചു കിടന്ന എന്താ ദോഷാല്ലേ? അല്ല, വീടിന്റെ അകത്ത് ചെരുപ്പിടുന്നതും അമ്പലത്തിന്റെ അകത്ത് ചെരുപ്പിടുന്നതും നമ്മൾ വ്യത്യാസം. അല്ല, നാമം ജപിക്കും. വീട് ചെരുപ്പിട്ടോ ഇടരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചെരുപ്പ് ഇടരുന്ന് പറഞ്ഞ പക്ഷക്കാരനാണ്, ഞാനിവിടെ ഉപയോഗിക്കാറില്ല. പക്ഷെ ആ ചെരുപ്പിട്ടോണ്ട് നാമം ജപിക്കുക എന്ന് പറഞ്ഞ അവസ്ഥ. അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ജപിക്കാൻ പറയുമ്പോ ഇങ്ങനെ കുറെ വിക്രിയകളുണ്ടല്ലോ ഇതിനകത്ത്. അതുപോലെ അമ്പലത്തിൽ ചെല്ലുമ്പോ പ്രദക്ഷിണം വെക്കും. നമ്മള് പ്രദക്ഷിണം വെക്കുമ്പോ 3 പ്രദക്ഷിണം, ചില ദേവന്മാർക്ക് 3, ചിലവർക്ക് 8. ശിവന്റെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ പകുതി പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ചു പോരും. ഓരോ ദേവന്മാർക്കും എത്ര പ്രദക്ഷിണങ്ങൾ വെച്ചിട്ടാ കറക്റ്റ് കണക്കൊന്നും പറഞ്ഞുതരാം. മഹാദേവൻ അതുപോലെ തന്നെ ഭദ്രകാളി, ഇവർക്കൊക്കെ 3 പ്രദക്ഷിണമാണ് സാധാരണ ചെയ്യുന്നത്. വൈഷ്ണവ ആചാരങ്ങൾ, അതായത് ശ്രീരാമനായാലും നരസിംഹ ആയാലും ശ്രീരാമൻ, ഇവർക്കൊക്കെ 4 പ്രദക്ഷിണം നടത്താറുണ്ട് സാധാരണഗതി. 4 പ്രദക്ഷിണം. ശാസ്താവിനാണ് 5 പ്രദക്ഷിണമാണ്, സുബ്രഹ്മണ്യനാണ് 6 പ്രദക്ഷിണമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ക് പോകുന്നത്. അത് നിർബന്ധമാണോ? നമ്മള് അത് മിനിമാണ്. ചില നാടുകളിൽ ഒക്കെ ഭഗവതിമാർക്ക് 4 പ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ദുർഗയ്ക്കൊക്കെ, ദുർഗ വൈഷ്ണവമൂർത്തി ആയതുകൊണ്ട് അങ്ങനെ വരണേ, അത് തെറ്റെന്ന് പറയാനില്ല. ഇനി ഇത് ചിലര് ഇതൊരു വലിയ വഴിപാടാണ് പ്രദക്ഷിണം. ഭയങ്കര നമ്മളെ വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാശ് കൊടുത്ത് ചെയ്യണതല്ല വഴിപാട്. ദർശനം പോലും നമ്മുടെ ഒരു വഴിപാട് പോലെയാണ് കണക്കാക്കണം. കാരണം ഞാൻ പലരോടും വെറുതെ ദർശനം മാത്രമേ ഉള്ളൂ, എണ്ണ കൊടുത്ത്. അത് ഏറ്റവും വലിയ വഴിപാടാണ്. കാരണം ഭഗവാനെ കണ്ടു തൊഴുന്ന ആ ഒരു വഴിപാട് അതൊരു വലിയ വഴിപാട് തന്നെയാണ്. കാരണം അവിടെ പോയിട്ട് 1000 രൂപയുടെ രസീത് എഴുതുന്നതല്ല വഴിപാട്. അപ്പൊ ഈ പ്രദക്ഷിണം ഇപ്പൊ വിഷ്ണുവിനൊക്കെ 9 പ്രദക്ഷിണം, 11 പ്രദക്ഷിണം, ഭദ്രകാളിക്ക് 12 പ്രദക്ഷിണം ഒക്കെ ചെയ്യാം. കൂടുതൽ ചെയ്യാം, അതിനും വിരോധമില്ല. കാരണം അത് ദുരിതങ്ങളിൽ നിന്ന് മാറാനും അത്രയും നേരം നാമം ജപിക്കാനും അത്രയും ദേവന്റെ പദത്തിൽ നിൽക്കാനും ഒക്കെ കിട്ടുന്നൊരു ഭാഗ്യമല്ലേ.
അതെ അതെ. അതുപോലെ നമ്മള് അമ്പലത്തിൽ പോകുമ്പോ ചിലര് വീട്ടിൽ നിന്ന് പൂക്കള് പുഷ്പം പറിച്ച് അമ്പലത്തിൽ കൊണ്ടുപോകുന്നവരുണ്ട്. അതുപോലെ അവിടെ ചെന്ന് വഴിപാട് കഴിക്കുന്നവരുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് പൂക്കള് പറിച്ചുകൊണ്ട് പോകുമ്പോ അതിന്റെ അകത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? വീട്ടിൽ നിന്ന് പൂക്കൾ പറിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലര് ശ്രദ്ധിക്കേണ്ട ചുമ്മാ കിറ്റ് നമ്മുടെ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. ചിലവര് നമ്മുടെ പൂത്തട്ടയിൽ തന്നെ അത് ഭംഗിക്ക് വേണ്ടിയിട്ടാണോ അതോ അങ്ങനെ എല്ലാ രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഈ ലോകത്തുണ്ടാവും. സമർപ്പിക്കുന്നത് ഒരു ഇലയിലായിരിക്കും. ഇലയിലായിരിക്കണം? നമ്മൾ എങ്ങനെ ഭഗവാന്റെ കൊണ്ടുപോയാലും എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള വികാരം ആഹാ. ഇലയിലായിരിക്കും. പിന്നെ ഒരുക്കിയ പൂവായിട്ട് സമർപ്പിക്കാൻ ശ്രമിക്കുക. അതായത് എല്ലാം ഇങ്ങനെ പറിച്ചിട്ട് കുറെ പൂ വെക്കുക എന്നുള്ളതല്ല, പൂ ഒരുക്കി തന്നെ വെക്കാനുള്ള ഒരു രീതി. നമ്മുടെ പൂവാകുമ്പോൾ നമ്മളത് ഒരുക്കി വെക്കുക. ആഹാ. നമ്മൾ പുഷ്പം അല്ലെങ്കിൽ പൂക്കൾ, ചെത്തി, തുളസി, താമര ഇത്യാദി ഇതുകളൊക്കെ സമർപ്പിക്കുന്നത് അതിഗംഭീരാണ്. കാരണം അവിടെ ഒരു പൂജയ്ക്ക് നമ്മുടെ പൂക്കളും ഉപയോഗിക്കപ്പെടുന്നു. അത് ഏറ്റവും നല്ല വഴിപാട്. അല്പം പൂവാണ് ഏറ്റവും വലിയ ശക്തി. പിന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിഷ്ണുവിന്റെ അമ്പലത്തിലേക്കാണ് പൂ പറിക്കുന്നത്. അവര് നമശിവായ ചോദിച്ച് പൂ പറിക്കും. അപ്പൊ ഈ ഓൾറെഡി ആ പൂ പറിക്കുമ്പോൾ അവരുടെ കയ്യിൽ നമശിവായ ജപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൂ സാധാരണഗതിക്ക് അങ്ങനെ ജപിക്കാൻ പാടില്ലാത്തതാണ് ശരിക്കും. പൂ ഒരുക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് കണ്ട സംസാരം പോലും പാടില്ല. കാരണം അറിയാതെ ഒരു വായിലെ വെള്ളം ആ പൂവിൽ തെറിച്ചാലോ. ഒരു സംസാരം ഇല്ലാതെ പൂ പറിച്ചോളാനാ പറയാം. പണ്ടത്തെ പൂ ഒരുക്കുമ്പോഴും അങ്ങനെയാ പറയാം. അപ്പൊ അങ്ങനെ പൂ പറിച്ചിട്ട് അത് കഴുകി അമ്പലത്തിൽ കൊണ്ടുപോകണം. അതെ, ഇപ്പൊ നമ്മള് മുക്കുറ്റിയൊക്കെയാണ്, കറുകയൊക്കെയാണ്, അല്ല ചില പൂക്കളൊക്കെ ഉണ്ട്, ചീഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കാനൊക്കെ കഴുകുന്നത് നല്ലതാണ്. കഴുകി വൃത്തിയാക്കി നമ്മൾ എത്ര ശുചിയായി കൊടുക്കുന്നു അത്രയും കേമല്ലേ. അതുപോലെ ചിലർ വീട്ടിൽ നിന്ന് മാല കെട്ടി കൊണ്ടുപോകും അമ്പലത്തിൽ പോകുമ്പോ. പിന്നെന്താ, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. വാഴയിലല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന തുണിയുടെ നൂലില്ലേ, ഈ മുല്ലപ്പൂമാലയൊക്കെ മുല്ലപ്പൂ ഒക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ആ നൂല് നമ്മള് ദേവന് സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മള് സാധാരണഗതിക്ക് ഇപ്പൊ ചോറ്റാനിക്ക പ്രശ്നം വെച്ചപ്പോ ഈയിടെ അഷ്ടമംഗലം കടന്നപ്പോ പുറത്തുനിന്നുള്ള മാലകളൊന്നും എടുക്കരുത്, അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ ഈ നൂല് കൊണ്ട് കെട്ടിയ മാലകളൊക്കെ ഉദ്ദേശിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം അതുമല്ല ഈ പലപ്പോഴും നൂല് കൊണ്ടൊക്കെ കെട്ടുമ്പം അവര് എന്താ പറയുക, ചില ആൾക്കാർ ആ നൂലിങ്ങനെ കടിച്ചു വലിക്കണൊക്കെ ഉണ്ട്. ആ മാല ദേവിയെ ചാർത്തരുത്, ദേവനെ ചാർത്ത വെച്ചാൽ. പക്ഷെ കൊണ്ടാണ് ശരിക്കും മാല കെട്ടേണ്ടത്. കെട്ടുമ്പോ ആ ശുചിത്വത്തോടു കൂടി കുളിച്ച് ശുദ്ധമായി മാല കെട്ടണം, എന്നാലേ ദേവനെ ആർത്താൻ പറ്റും. അതുപോലെ നമ്മൾക്ക് ശ്രീകോവിലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തീർത്ഥം പ്രസാദം ചിലവർ വലത് കൈ നീട്ടി മേടിക്കും, ചിലവർ രണ്ട് കൈ നീട്ടി മേടിക്കും. ഇതെങ്ങനെയാണ് ശരിക്കും മേടിക്കേണ്ടത്? ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, രണ്ട് കൈ നീട്ടി മേടിച്ചില്ല, വലത് കൈ മാത്രം നീട്ടി മേടിച്ചാൽ തീർത്ഥ ശകലെങ്ങാനും പുറത്ത് പോയാൽ അത് ഇനി പ്രശ്നമാണ്, അങ്ങനെ മേടിക്കരുത്, അത് ദോഷാന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മള് ഈ ചിന്മുദ്ര എന്ന് പറഞ്ഞതാണിത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്മുദ്ര തന്നെ കൈ പിടിക്കണം. എന്നിട്ട് കൈയുടെ അടിയിലാണ് അടുത്ത വിരൽ വെക്കണം. അപ്പൊ ഇതിൽ നിന്ന് ചോർന്നാലും ഇവിടെ നിൽക്കും. ഇങ്ങനെ താഴെ പോകാണ്ട് ഇങ്ങനെ മേടിച്ച നമ്മൾ ഇങ്ങനെ തീർത്ഥം മേടിച്ചിട്ട് ആ തീർത്ഥം ഇങ്ങനെ വായിലേക്ക് പൊക്കി ഒഴിക്കണം. ശരിക്കും കൈ ചുണ്ട തൊടരുത്, അപ്പൊ കൈ എച്ചിലാവും. അത് തന്നെയല്ലേ. എന്നിട്ട് ഇത് കൊണ്ട് ഇങ്ങനെ അമ്പലത്തിലെ എല്ലാവരും തളിച്ച് അവിടെ മുഴുവൻ വൃത്തികേടാക്കുക, അതുകൊണ്ട് കളയ. അങ്ങനെയല്ല, അത് ഫുൾ ഒഴിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കി തലയിലേക്ക്. അല്ലാണ്ട് തീർത്ഥം തലയിലേക്ക് ഒഴിക്കരുത്. കുറച്ച് കുടിച്ചിട്ട് ചിലര് സാധാരണ ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ നിൽക്കുമ്പോ കാണുന്ന ശകലം ഒഴിച്ചു, ബാക്കിയാ പുറത്തേക്ക് ഒഴിച്ചു, പുറകെ നിൽക്കുമ്പോൾ മേത്ത് മുഴുവൻ വീണു, ആ നിലത്ത് വീണു. ഈ നിലത്ത് ഇത് വീണ ഇത് ആ പുണ്യമായ സ്ഥാനത്തെ നമ്മൾ പിന്നെ അടുത്ത ആൾ വന്ന് ചവിട്ടുവാണ്. അപ്പം നാമമാത്രക്കേ കിട്ടുള്ളൂ തീർത്ഥം. അത് ദേവനെ അഭിഷേകം ചെയ്ത് ദേവശരീരത്തിലൂടെ ഒഴുകി അത്രയും പൂജ ചെയ്ത് അത്രയും അർച്ചനകൾ ചെയ്ത കോടിക്കോടി ക്രിയകൾ ചെയ്ത് പ്രതിഷ്ഠ കഴിച്ച ആ ഭഗവാന്റെ അഭിഷേകം ചെയ്ത ആ തീർത്ഥത്തിന് അതിശക്തമായി നിൽക്കുന്ന അനുഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ് ജീവിതത്തെ ഒരാളെ സക്സസ് ആക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള മനോഭാവമാണ് ഒരാളെ നന്നാക്കണേ. ആ ഉള്ളിലെ ആന്തരികമായി നിൽക്കുന്ന ശക്തിയെ, ഓജസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ് തീർത്ഥം. അത്രയും പവിത്രമായി നിൽക്കുന്ന ആ തീർത്ഥത്തിനെ പവിത്രമായി തന്നെ നമ്മൾ സേവിക്കണം. അതായത് ഇങ്ങനെ പിടിക്കുമ്പോഴും ഇതിന് പ്രശ്നമാണ്. ഇതിങ്ങനെ തന്നെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചിതില് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീർത്ഥം വരുന്നത് അടുത്ത കൈയിലേക്ക് തന്നെ വരും. മനസ്സിലാവും. എന്നിട്ട് അതിങ്ങനെ വിരലുകളുടെ തുമ്പുകളിലൂടെ നമ്മളിലേക്ക് സേവിക്കപ്പെടണം. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെ. അതായത് നമുക്ക് കിട്ടുന്ന ഏറ്റവും മഹത്തരമായ അനുഗ്രഹം എന്ന സങ്കല്പത്തിൽ തന്നെ ഉള്ളിലേക്ക് ആ ശക്തിയെ ആവാഹിച്ചെടുക്കണമെന്നാണ് പറയുന്നത്. ക്ഷേത്ര ദർശനം നടത്തേണ്ട രീതികളെ കുറിച്ചും
ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രസാദം എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ തിരുമേനി നമ്മോട് പങ്കുവച്ചു. ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.